ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഒ പികളിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഈ ഒരു നോമ്പുകാലം കഴിഞ്ഞതോടുകൂടെ വളരെയധികം ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം. അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് ചെറിയൊരു ചർച്ചയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഷഹല സീസ്, സീനിയർ കൺസൾട്ടൻ്റ് ആണ് ബാസിൽ സോമി ഹോസ്പിറ്റലിലെ പാണ്ടിക്കാട്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട്. ഡോക്ടറെ, ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മളെ നോർമലായിട്ട് അകത്തേക്ക് കുറേ ഗ്യാസ് പോകുന്നുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാധാ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഗ്യാസ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വയറിനകത്തും ഗ്യാസ് കുറേ ഫോം ചെയ്യുന്നുണ്ട്, നോർമലായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചില ആളുകൾക്ക് ഒരുപാട് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഞാൻ കാണുന്നത് കൂടുതലായിട്ട് മുതിർന്ന ആൾക്കാരിൽ, കുറച്ച് പ്രായം ചെന്ന ആളുകളിൽ ഒരുപാട് കാലമായിട്ട് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പം അത്തരം ആളുകൾക്കൊക്കെ നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഇതിൽ റിലീഫ് കിട്ടാറുണ്ട്. പക്ഷെ ചില ആളുകളിൽ പെട്ടെന്ന് വരും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്. അത് നെഞ്ഞിരിച്ചിലായിട്ട് അല്ലെങ്കിൽ പുളിച്ചിതകട്ടലായിട്ടൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറൊക്കെ ആയിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളിൽ നമ്മുടെ ഈ ഒരു ഭക്ഷണ രീതിയൊക്കെ കാരണം കൂടുതലായിട്ട് ഇന്ന് അത്തരം യുവാക്കളിലാണ് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. പിന്നെ കുട്ടികളിലും വരുന്നുണ്ട്, പ്രത്യേകിച്ച് മലബന്ധമൊക്കെ ഉള്ള കുട്ടികളിൽ വളരെ ഇന്ന് കോമൺ ആണ്. അപ്പം ഇത്തരം കേസുകളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇപ്പം ഡോക്ടർ ഒ പിയിൽ എങ്ങനെയാണ് കൂടുതലായിട്ട് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് കോമൺലി വരാറുള്ളത് തന്നെയാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആൾ കുറേ കാലമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. എപ്പോഴും ആൻറ്റാസിഡുകൾ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. പക്ഷെ അതിൽ എൻഡോസ്കോപ്പിയിലൊക്കെ ജസ്റ്റ് ആൻഡ്രൽ ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആൾ ബാക്കിയൊക്കെ ഓക്കെയാണ്, ആൻറ്റാസിഡുകൾ എടുക്കുന്നുണ്ട് റെഗുലറായിട്ട്, എന്നിട്ടും അത് പരിപൂർണമായിട്ട് മാറുന്നില്ല, അക്യൂട്ടായിട്ട് മാത്രമേ അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടുന്നുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൽ ഞാൻ ബൈലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ബൈൽ കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, വെറും വയറിൻ്റെ സിംറ്റംസ് മാത്രമാണ് ഇത്തരത്തിൽ പുളിച്ചതകട്ടൽ, നെഞ്ചെരിച്ചൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല വരുന്നത്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ബൈൽ പിഗ്മെന്റ്സ്, അതായത് ബൈലിൻ്റെ അളവ് കൂടുതലായിരുന്നു. അത്തരം കണ്ടീഷൻ വരുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടാറുണ്ട്. അതുപോലെ തന്നെയാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. പൊതുവെ സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. കോർട്ടിസോളിന്റെ അളവ് കൂടുന്ന സമയത്തും ഇത്തരത്തില് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പൊ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുമ്പോൾ കാണുന്നതാണ് എച്ച് പൈലോറി ബാക്ടീരിയന്റെ ഇൻഫെക്ഷൻ. അത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തും നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലായിട്ട് പേഷ്യൻസിൽ കാണാറുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ആൻറ്റാസിഡുകൾ വാങ്ങി കഴിച്ചതുകൊണ്ട് അതൊരു കംപ്ലീറ്റ് ക്യൂർ ആയിട്ട് അവിടെ മാറുന്നില്ല. ഈ വയറിന്റെ മാത്രമല്ല മറ്റു ഓർഗൻസിന്റെയും ഇതേപോലെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് ഡോക്ടർ. അതിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ലിവറിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പല ആളുകളിലും അത് ഗ്യാസ് ആയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് അത് കാണിക്കാം. അപ്പോൾ പലർക്കും കണ്ടെത്താൻ കഴിയാറില്ല. അപ്പോൾ അതിൽ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് അൾട്രാസൗണ്ട് പറയാറുണ്ട്. അപ്പോൾ ആ അൾട്രാസൗണ്ടിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ. അല്ലെങ്കിൽ പിത്താശയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളൊന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വളരെ കോമൺ ആണ്. ഗ്യാസ് മാത്രമല്ല, അവർക്ക് വേദനയായിട്ട് വരാറുണ്ട്. ഗ്യാസ് കൂടി അത് വേദനയായിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ വിചാരിച്ച് ഓടിപ്പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അത്തരം കേസുകളിലൊക്കെ ഇത് ഗ്യാസിൻ്റെ പ്രധാന കാരണം പിത്താശയത്തിൽ കല്ലോ അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കല്ലോ അല്ലെങ്കിൽ ലിവറിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ പോലെയുള്ള കേസുകളിലൊക്കെ കൂടുതലായിട്ട് ഗ്യാസ് കാണുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാരിലും ഒരു 90% ആൾക്കാരിൽ സ്കാനിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ ഫാറ്റി ലിവറിൽ നമ്മൾ ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് ഒരു ഒബീസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് പൊണ്ണത്തടിയുള്ള കുട്ടികളിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊന്നും കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല.
കൂടുതലായിട്ട് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, മധുര പലഹാരങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പം അത്തരം കുട്ടികൾക്ക്, ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഫാറ്റി ലിവർ വളരെ കോമൺ ആണ്. അത് ഡയറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാനുള്ള കുറച്ച് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫാറ്റി ലിവറിൽ കുട്ടികളിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഡോക്ടറെ മുതിർന്ന ആൾക്കാരിൽ അവർക്ക് ഉണ്ടാവുന്ന ഈ പൊണ്ണത്തടി പലപ്പോഴും എങ്ങനെയാണ് ഗ്യാസ് സംബന്ധമായി എല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ നോക്കും, പക്ഷെ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നത് അവരുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, അവരുടെ ഈ വയറിലുള്ള ഫാറ്റ് കാരണം വയറ് വീർക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് പോയിട്ട് ഡയഫ്രത്തിൽ ഇറിറ്റേഷൻ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതും പലപ്പോഴും ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാറുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, ഡോക്ടർ ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ടർഫിൽ കളിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളൊന്നും കൂടെ അവരുടെ അടുത്ത് ഒന്നും കൂടെ ആഴത്തിൽ ചോദിച്ചാലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, പലപ്പോഴും ഇവരുടെ ഈ ടർഫ് കളി എന്ന് പറയുന്നത് രാത്രി ആയിരിക്കും, ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ഫുട്ബോളോ ക്രിക്കറ്റോ എന്താണ് അവർക്ക് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ പോയി കളിക്കാൻ പോകുന്നത്. അതായത് ഒരു 9 മണിക്ക് ശേഷം ഇവരിത് കളി കഴിഞ്ഞ് വരും, അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അത് പലപ്പോഴും എന്താണ്, ഈ മന്തി, അൽഫാം പോലെയുള്ള ഹെവി ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവരുടെ ഈ എന്താണോ അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ തടി കുറയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ വയറ് കുറയ്ക്കുന്ന രീതിയിലായിരിക്കും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആയിരിക്കും. ഇതൊക്കെ നേരെ തിരിഞ്ഞിട്ടാണ്, റിവേഴ്സ് ആയിട്ടാണ് അതെ ബാധിക്കുന്നുണ്ടായിരിക്കുക. അത് അത്തരത്തിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്കൊരു എക്സസൈസോ അല്ലെങ്കിൽ ഒരു ഗുഡ് ലൈഫ് സ്റ്റൈലോ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യം നമ്മൾ കൂടുതൽ എടുത്ത് നോക്കുമ്പോഴാണ് ഈ എച്ച് പൈലോറിന്റെ ഇൻഫെക്ഷനും കൂടുതലായിട്ട് വരുന്നത്. അത് പലപ്പോഴും പേഷ്യൻസ് നമ്മളടുത്ത് ചോദിക്കും, എൻഡോസ്കോപ്പി മാത്രം എടുത്ത് നോക്കിയാലാണോ മനസ്സിലാവുക എന്നുള്ളത്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ യൂറിയ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എച്ച് പൈലോറിന്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ എച്ച് പൈലോറിന്റെ കാര്യം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പലപ്പോഴും അൾസറിലോട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ചില കേസുകൾ ക്യാൻസർ വരെ എത്താറുണ്ട്. എച്ച് പൈലോറി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാത്ത കേസുകളിൽ വയറിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസറിലേക്ക് വരെ എത്താറുണ്ട്. അതാണ് ഈ ഹൈപ്പോ അസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും ഇപ്പൊ കോമൺ ആയിട്ട് നമ്മള് കണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിചയമായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് ഈ ആസിഡിന്റെ ഉൽപാദനം കൂടുതലാണ്, അതുകൊണ്ട് മാത്രമാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ പല പഠനങ്ങളും പറയുന്നത് ആസിഡിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം സെയിം സിംറ്റംസ് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് ഈ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ വരുന്നത്. ഈ എച്ച് പൈലോറിന്റെ ഇൻഫെക്ഷൻ പലപ്പോഴും ആസിഡിന്റെ അളവ് കുറയ്ക്കുകയും, അതായത് എച്ച് പൈലോറിക്ക് ആ വയറിൽ സേഫ് ആയിട്ട് നിൽക്കണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആസിഡിന്റെ ഉൽപാദനം കുറച്ച് കൊണ്ടുവരും. അതിനെ തുടർന്ന് അവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതിനാണ് നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനാഗിരി കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതിനാണ് ഒരു ടീസ്പൂൺ 1 ഗ്ലാസ് വെള്ളത്തിലെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ എച്ച് പൈലോറിന്റെ ഇൻഫെക്ഷൻ ഒന്ന് കുറയ്ക്കുകയും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒന്ന് കമ്പാരിറ്റീവ്ലി കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്കത് ഹെൽപ്ഫുൾ ആവാറുണ്ട് പൊതുവെ. അതെ, ഇതേപോലത്തെ ഒരു കേസുകളാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. റിഫ്ലക്സ് ഡിസീസുകൾ, അതായത് അസിഡിറ്റി കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ വയറിൽ നിന്ന് നെഞ്ചിലോട്ട് റിഫ്ലക്സ് വരും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അസിഡിറ്റി ബുദ്ധിമുട്ട്. അതൊന്ന് വളരെ കോമൺ ആണ്. പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ ഏത് ഭക്ഷണം കഴിച്ചാലും അതിൻ്റെ ഒരു പുളിച്ചുതകട്ടൽ വരിക, നെഞ്ചിരിച്ചിൽ വരിക. പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൊണ്ടാണ് വരുന്നത്. കാരണം ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, പിന്നെ നേരെ പോയി കിടന്നുറങ്ങായിരിക്കും. ഒരു 10-11 മണിക്ക് ഭക്ഷണം കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങും. അത് കാരണം ഈ റിഫ്ലക്സ് കൂടുതലായിട്ട് അവർക്ക് മുകളിലോട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് വളരെയധികം റിഫ്ലക്സ് ഡിസീസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും അടിവയർ കൂടുതലാണ് അല്ലേ. കൂടുതലായിട്ട് കൊഴുപ്പ് കെട്ടിക്കിടക്കുന്നതൊക്കെ എല്ലാവരിലും അടിവയറ്റിലാണ്. പ്രത്യേകിച്ച് മുകളിലോട്ട് സ്ലിം ആയിരിക്കും ആൾക്കാർ, പക്ഷെ എപ്പോഴും വയറ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൊടവയറ് അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി കിടക്കാറുണ്ട്. അപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ലിവർ, അതുപോലെ തന്നെ മേജറായിട്ടുള്ള കുറച്ച് അവയവങ്ങൾക്കും ചുറ്റൊക്കെ കൂടുതലായിട്ട് ഈ കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് പറ്റും, അവിടെ ഷുഗറൊക്കെ കൂടുതലായിട്ട് അബ്സോർപ്ഷൻ നടക്കാത്തൊരു സ്ഥിതി വരും. അതായത് ശരീരത്തിലേക്ക് എത്തുന്ന അമിതമായിട്ടുള്ള എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും
അതുവഴി പല അസുഖങ്ങളും ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് കൊളസ്ട്രോള്, ഷുഗർ, ഫാറ്റി ലിവർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഈ വയറ്റിലടിയുന്ന കൊഴുപ്പ് കാരണം വരാറുണ്ട്. അത് തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ അടിവയറ്റിലെ കൊഴുപ്പുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഫാറ്റി ലിവർ കണ്ടുവരുന്നത്. അപ്പോൾ ഈ അടിവയറ്റിലെ കൊഴുപ്പ് കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫാറ്റ് ബേൺ ചെയ്യണം. അതായത് ആ കൊഴുപ്പ് കുറക്കാനുള്ള രീതിക്കുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. പൊതുവെ നമ്മൾ വെയിറ്റ് കുറക്കാൻ നോക്കും. വെയിറ്റ് കുറക്കുമ്പോൾ നമ്മൾ അടിവയറ്റിലെ കൊഴുപ്പ് പലപ്പോഴും കുറയാറില്ല. അപ്പോൾ ഈ അടിവയറ്റിലെ കൊഴുപ്പും കൂടെ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിസീസുകളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒരു റിലീഫ്, പ്രത്യേകിച്ച് പെർമനന്റ് ആയിട്ടൊരു റിലീഫ് കിട്ടുള്ളൂ. വെയിറ്റ് കുറയൽ മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം, ഇതും കൂടെ കൊഴുപ്പും കൂടെ കുറയ്ക്കാന്നുള്ളൊരു ഉദ്ദേശം കൂടെ അതിൽ വരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പൊ ആസിഡ് റിഫ്ലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് പൊതുവെ പേഷ്യൻസ് എല്ലാവരും വന്ന് പറയാ നമ്മളത് ഗ്യാസ്ട്രൈറ്റിസ് ആണെന്നാ. ഇതിൽ കുറെ വേരിഫിക്കേഷൻസ്, അതായത് കുറെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് ആസിഡ് റിഫ്ലക്സ്, GERD പോലുള്ള പല പല കണ്ടീഷൻസ് ഇത് തന്നെ ഉണ്ട്. ഇവര് ഇത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് കിടക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിച്ച ഉടനെ, അതായത് ഉടനെ കിടക്കാതിരിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, കിടക്കുന്നത് എപ്പോഴും ഇടത് ഭാഗം ചെരിഞ്ഞ് കിടക്കുക എന്നുള്ളത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വയറിന്റെ പൊസിഷനിങ് അങ്ങനെയാണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് ആവുമ്പോൾ വയറിൽ നിന്ന് ചെറുകുടലിലേക്കുള്ള ഓപ്പണിങ്ങും അന്നനാളത്തിലോട്ടുള്ള ഓപ്പണിങ്ങും ഒക്കെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ ഫുഡ് ഐറ്റംസ് മറ്റുള്ള ഈ ഓപ്പണിങ്ങിന്റെ വാൽവിന്റെ അവിടെ പോയിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അത് ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർ എപ്പോഴും ഇടതുഭാഗം ചെരിഞ്ഞ് കിടക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഹയാറ്റസ് ഹെർണിയ പോലുള്ള കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് കിടക്കുന്ന സമയത്ത് ഒന്ന് ഇൻക്ലൈൻഡ് ആയിട്ട്, നമ്മൾ ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് തലഭാഗം പൊക്കി വെച്ച് കിടക്കുന്നതും ഈ വാൽവിന്റെ അവിടെ ഉള്ള ഇറിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോ അതിന്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളത്. ഹയാറ്റസ് ഹെർണിയ എന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. എൻഡോസ്കോപ്പി ഒക്കെ എടുത്ത് വരുന്ന പേഷ്യൻസിൽ ഒരു റിപ്പോർട്ട്സിലൊക്കെ ഹയാറ്റസ് ഹെർണിയ വളരെ കോമൺ ആണ്. അതൊക്കെ ഒരു തുടക്കം സ്റ്റേജിലാണെങ്കിൽ നമുക്ക് വളരെ മെഡിസിനിലൂടെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ കാലമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിട്ട് സിവിയർ ആയിട്ട് കണ്ടുവരുന്ന കേസുകളിൽ ചിലപ്പോൾ സർജറിയിലേക്കൊക്കെ പോവേണ്ടി വരും. പക്ഷേ തുടക്കത്തിൽ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എടുക്കേണ്ടി വരും. എല്ലാ കേസിലും എൻഡോസ്കോപ്പി ഒന്നും എടുക്കേണ്ടി വരില്ല. പക്ഷേ ചുരുക്കം ചില കേസുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ രോഗനിർണയം നടത്തണം എന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ആവശ്യമായി വന്നേക്കാം. പക്ഷേ ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അൾട്രാസൗണ്ട് തന്നെയാണ്. അൾട്രാസൗണ്ടിൽ ഒട്ടുമിക്ക ദഹന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ, നമുക്ക് ലിവറുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെങ്കിൽ പാൻക്രിയാസ്, പിത്താശയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ടുള്ള അൾട്രാസൗണ്ടിലൂടെ കണ്ടെത്താൻ പറ്റും. പക്ഷേ ചുരുക്കം ചില കേസുകളിൽ പ്രത്യേകിച്ച് നമുക്ക് H. പൈലോറി ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിയ കേസുകളിൽ, അത് ചിലപ്പോൾ അൾസർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാൻസറിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ കൺഫർമേഷൻ നടത്തണമെങ്കിൽ ചില കേസുകൾ എൻഡോസ്കോപ്പി തന്നെ വേണ്ടി വരും. പക്ഷെ പല ആളുകളും എൻഡോസ്കോപ്പി എടുക്കാൻ മടിക്കാറുണ്ട്. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെ ഒക്കെ പ്രശ്നം കാരണം മടിക്കാറുണ്ട്. പക്ഷെ ആവശ്യമായിട്ടുള്ള കേസുകൾ ചെയ്യുന്ന വേണം, കാരണം അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ. അപ്പൊ എൻഡോസ്കോപ്പി നമുക്ക് ചില സിംറ്റംസ് വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എപ്പോഴൊക്കെ എടുക്കേണ്ടത് എന്നുള്ളത്. എപ്പോഴും ഉണ്ടാകുന്ന നെഞ്ചരിച്ചില് ഒരു അക്യൂട്ട് ആയിട്ടുള്ളതല്ല, കുറേ കാലങ്ങളായിട്ടുള്ള നെഞ്ചരിച്ചിലാണ് മെഡിസിൻസ് എടുത്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റീകറന്റ് ആയിട്ട് മാറാതെ വരുന്ന അൾസറുകൾ, വായിൽ അൾസർ വരുന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരു പുളിവെള്ളം അല്ലെങ്കിൽ പുളിച്ചതകെട്ടല് ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത് നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ കൺസ്ട്രക്ഷൻ തോന്നും, ഭക്ഷണം ഇറക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം. ചിലർക്ക് കഴിക്കണം എന്നുണ്ടായിരിക്കും, പക്ഷെ ഇറക്കാൻ അവർക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്രോട്ടിലുള്ള പല പ്രശ്നങ്ങളും ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ ഉണ്ടാകുന്ന ഛർദി, രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാകുന്ന ഛർദി, ഈ മഞ്ഞ കളറ് പച്ച കളറിലൊക്കെ വെള്ളം പുളിച്ചു തട്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയത്തൊക്കെ എൻഡോസ്കോപ്പി എടുത്ത് നോക്കുന്നത് എന്താണ് എന്നുള്ളത് കറക്റ്റ് ഒന്ന് റൂൾ ഔട്ട് ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യുവാക്കളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് വായിൽ നമുക്കറിയാം ആ കാൻഡിഡ ഇൻഫെക്ഷൻസ്, ഒരു വെള്ള കളറിൽ പൂപ്പല് വരും.
അത് പലപ്പോഴും ചിലപ്പോൾ മൗത്ത് ക്യാൻസറിലേക്ക്, വായിലെ ക്യാൻസറിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഈ പൂപ്പൽ ബാധയൊക്കെ നമ്മൾ തുടക്കത്തിലേ കണ്ടെത്തി അതിനനുസരിച്ച് ഒരു ലക്ഷണങ്ങളൊക്കെ നോക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് സ്മോക്ക് ചെയ്യുന്ന യുവാക്കളിൽ, സ്മോക്കിംഗ് കൂടുതലുള്ളത്, അതുപോലെ കൂടുതലായിട്ട് എരിവുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന, സ്ഥിരമായിട്ട് ഭയങ്കര എരിവും മസാലയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ കവിളിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നാവിൻ്റെ അഗ്രഭാഗത്തൊക്കെ പലപ്പോഴും വൈറ്റ് കളറിൽ പാച്ചസ് കാണാറുണ്ട്. പലപ്പോഴും ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അതെ അതെ, വായിലുള്ള അത് പലപ്പോഴും ആൾക്കാർ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ കുറേ കാലം കൊണ്ട് നടന്ന് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് കൂടുതൽ നമുക്ക് കയ്യിൽ കിട്ടാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും വായ്പുണ്ണാണെന്ന് വിചാരിച്ചിട്ട് പലരും അത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ എല്ലാ വായ്പുണ്ണുകളും നമുക്ക് പലപ്പോഴും അത് സിമ്പിളായിട്ട് മാനേജ് ചെയ്ത് കൊള്ളണമെന്നില്ല. പലപ്പോഴും പല കേസിൽ ഇത് കോംപ്ലിക്കേഷൻസിലേക്കും പോവാറുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിരന്തരം വായ്പുണ്ണ് വരുന്ന ആളുകളിൽ അത് ഉണങ്ങാതെ കുറേ കാലം നിൽക്കുകയാണ്, ഒരു ചുവപ്പ് കളറിലൊക്കെ നിൽക്കുന്നുണ്ട്, തീരെ ഉണക്കം വരുന്നില്ല എന്നെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. പല ആളുകളിലും അത് നമ്മൾ ഒ പിയിൽ കാണുന്നുണ്ട്. പല ടെസ്റ്റൊക്കെ ബയോപ്സിയൊക്കെ ചെയ്ത് വരുമ്പോൾ പോസിറ്റീവായിട്ട് കാണാറുണ്ട്. വായ്പുണ്ണ് സിമ്പിളായിട്ട് നമ്മൾ കാണാൻ പറ്റില്ല. പല വായ്പുണ്ണുകളും ഇത്തരത്തിലുള്ള സ്റ്റേജിലേക്ക് എത്താറുമുണ്ട്. അത് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് പലപ്പോഴും പുണ്ണായിട്ട് വരുമ്പോൾ വരാറുണ്ട്. അവര് ബാക്കിയൊക്കെ റെഗുലേറ്റ് ആയിട്ടാണ്, പക്ഷെ അപ്പോഴും പുണ്ണ് റീകറന്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് ഈ വായ്പുണ്ണ് റീകറന്റ് ആയിട്ട് ഉണ്ടാവുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും ഈ സിങ്കിന്റെ അളവ് കുറയുന്ന, ബോഡിയില് സിങ്കിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് ഇത്തരത്തിൽ വരും. അപ്പൊ നമ്മൾ സിങ്ക് കൂടി അടങ്ങിയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അതായത് മത്സ്യങ്ങൾ കൂടുതലായിട്ട്, അതുപോലെ തന്നെ നട്ട്സ് കാര്യങ്ങളിൽ ഉണ്ട്, മിൽക്ക് പ്രൊഡക്ട്സിലൊക്കെ ധാരാളം സിങ്ക് ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം, തൈരൊക്കെ കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ സിങ്കിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും റീകറന്റ് ആയിട്ട് വായിൽ പുണ്ണ് വരാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ വയറിന്റെ സംബന്ധമായിട്ട് പുണ്ണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ വയറിൽ അൾസറോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പൊതുവെ നമ്മള് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും, കുറയും, അബ്സോർപ്ഷൻ കുറയും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിന്റെ അബ്സോർപ്ഷൻ കുറയും. ഈ വൈറ്റമിൻ B12 ഒക്കെയാണ് നമ്മള് വായയുടെ ബാക്കി ലൈനിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ നന്നായിട്ട് ഉള്ള പ്രവർത്തനത്തിനൊക്കെ വേണ്ടത്. അപ്പോഴാണ് ഈ നമ്മള് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എടുത്തു കഴിഞ്ഞാല് പുണ്ണ് മാറുന്നുണ്ട് എന്ന് പറയുന്നത്. അതാണ് സാഹചര്യം. അപ്പൊ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. വയറിലുള്ള അൾസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ വൈറ്റമിൻ B12 കഴിച്ച് മാറുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് വായ്പുണ്ണും വയറിലുള്ള അൾസറും കോറിലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് വയറിലുള്ള പുണ്ണിന്റെ സാഹചര്യമായിരിക്കാൻ ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് അതാണ് പിന്നെ വരുന്നതാണ് ഈ സ്ട്രെസ്സിന്റെ ഇഷ്യൂസ് വരുന്നത്. അതും ഒരു തരത്തില് പുണ്ണിന് ഉണ്ടാവാനുള്ള സാഹചര്യം കൂട്ടാറുണ്ട്. അതും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസും വായ്പുണ്ണിന് കാരണമാകാറുണ്ട്. അപ്പൊ എല്ലാതും വയറിലെ പുണ്ണിന്റെ കാരണം കൊണ്ടല്ല വരുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെയാണ് ഡോക്ടർ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസും വളരെ കോമൺ ആണ് ഇപ്പോൾ. കുട്ടികളിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവരുന്നത്, അമ്മമാരൊക്കെ പറയുന്നത് പലപ്പോഴും അവർക്ക് വയറുവേദനയാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ വയറുവേദന പറയും. പക്ഷെ അമ്മമാർ പലപ്പോഴും എന്താ വിചാരിക്കുക, അതൊരു കുട്ടി കള്ളം പറയുന്നതാണ്, സ്കൂളിൽ പോകാൻ വഴി കാരണം പറയുന്നതെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് വയറുവേദന എന്ന് പറയുന്നത്. കുട്ടി ചിലപ്പോൾ നോണ പറയുന്നൊന്നും ആവില്ല. അപ്പൊ കൃത്യമായിട്ട് കുട്ടിയെ ഒന്ന് നോക്കി പരിശോധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല കുട്ടികളിലും നമ്മൾ മലബന്ധം സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട് കുട്ടികളിൽ. അവര് ടോയ്ലറ്റിൽ പോകുന്നുണ്ടാവും, പക്ഷെ അത് കംപ്ലീറ്റ് പോകുന്നുണ്ടാവില്ല മലം. പിന്നെ ടോയ്ലറ്റിൽ ഇറങ്ങി വരും, പിന്നെ സാധാ പോലെ പോകും, പിന്നീട് വീണ്ടും അതുപോലെ തന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. ചിലപ്പോഴും ഇത് രക്ഷിതാക്കൾ അറിയുന്നില്ല. കുട്ടികൾക്ക് മലബന്ധം ഉള്ളത് രക്ഷിതാക്കൾ അറിയുന്നുണ്ടാവില്ല. അപ്പൊ ആ മലബന്ധം കാരണം കുട്ടികൾക്ക് വയറുവേദന വരാം, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഒ പിയിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ, നമ്മളെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളിൽ, നമ്മളെ കുട്ടികൾക്കൊക്കെ അറിയാം, ഈ ഒരു ഡയാപ്പർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ അധികം. ഒരു 3 വയസ്സ് വരെയൊക്കെ 4 വയസ്സ് വരെയൊക്കെ കൂടുതലായിട്ട് പാമ്പേഴ്സ് ഉപയോഗിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത്, അതായത് പോട്ടി ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിലേക്കൊന്ന് മാറിക്കിട്ടാൻ. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് മലം പിടിച്ചു വെക്കുകയും അതുവഴി കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മുലപ്പാല് മാറ്റിയിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ
കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ വീനിങ് പീരീഡിൽ കുട്ടികൾക്ക് മലബന്ധം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കൂടുതലായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഡോക്ടേഴ്സ് വേണം അത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അതിന്റെ ഡയറ്റ് മോഡിഫിക്കേഷൻ വരുത്തിയാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരും. കോൺസ്റ്റിപ്പേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുഞ്ഞുങ്ങളെ, അതായത് ചെറിയ കുട്ടികൾ മുതൽ നമ്മളിപ്പോ ചൂയിങ് ഒക്കെ അവർക്ക് സെൽഫ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവരെ സ്വന്തമായിട്ട് കഴിക്കാൻ ട്രെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഈ സ്കൂൾ പീരീഡ് ആവുന്ന സമയത്ത് എനിക്ക് വയറുവേദന ഡോക്ടർ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുന്നതിന്റെ മെയിൻ കാരണം അതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കും, ഹറിബറി ആയിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ വേഗം കഴിക്കുക എന്നുള്ള ഇതായി വേഗം സ്കൂൾ വാനിൽ കയറ്റി വിടുക എന്നൊരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് വഴി പലപ്പോഴും സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നത് വഴി അവരെ ചൂയിങ് ഒന്നും നന്നായിട്ട് നടക്കുന്നില്ല, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നില്ല. നമുക്കറിയാം ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ വായിൽ നിന്നാണ്. അപ്പോൾ നന്നായിട്ട് ചവച്ചരയ്ക്കാത്തത് വഴി പല നമുക്ക് ബോഡിക്ക് അബ്സോർബ് ചെയ്യേണ്ട കാര്യങ്ങളും അബ്സോർപ്ഷൻ നടക്കാതെ വരും, ഡൈജഷൻ പ്രോപ്പർ ആവാതെ വരും. ചെറുതിൽ മുതലേ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം അതാണ്. ഈ വായിലുള്ള സലൈവറി അമിലേസ് എന്നൊക്കെ പറയുന്ന പല എൻസൈംസും ഉണ്ട്. അതൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് പോലുള്ള കാര്യങ്ങളുടെയൊക്കെ ഡൈജഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നന്നായിട്ട് ചൂയിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കുട്ടികളിലൊക്കെ കൂടുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വേഗം വിഴുങ്ങുന്നത് വഴി എയറും കൂടുതലായിട്ട് അകത്ത് ചെല്ലും. ഇതും ഒരു കണക്കിന് ഒഫൻസീവ്. ചില കുട്ടികളൊക്കെ നമ്മളടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റുലൻസ് ഒക്കെ ഭയങ്കരമായിരിക്കും അവർക്ക്. അതിന്റെ ഒരു മെയിൻ കാരണം ഈ ഡൈജഷൻ ക്ലിയർ ആവാത്തതും ഈ വിഴുങ്ങുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നതും കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ. അതെ, ഈ കീഴ്വായുവിനൊക്കെ കൂടുതലായിട്ട് സ്മെല്ലുള്ള ആളുകളൊക്കെ പിന്നെ കൂടുതലായിട്ട് ഈ ഇറച്ചി മീനൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നൈട്രോജനസ് ഫുഡ് ഐറ്റംസ്, പ്രത്യേകിച്ച് ഇറച്ചി, പോർക്ക്, ബീഫ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ഇത്തരത്തിൽ ഭയങ്കര സ്മെല്ലോട് കൂടിയുള്ള കീഴ്വായു അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ കൂടുതലായിട്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പം അത്തരം ആളുകളൊക്കെ എളുപ്പം ഡൈജസ്റ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പയറ്, ബീൻസ് പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിലും ഈ ഒരു ഇഷ്യൂസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എളുപ്പം ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്യാസിന്റെ ഫോർമേഷൻ കുറക്കുന്ന ഭക്ഷണങ്ങളാണ് ഇത്തരം ആളുകൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. അതുപോലെ ചൂടോട് കൂടെ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഈ പ്രോട്ടീൻ്റെ ഒക്കെ ഡൈജഷൻ മീൻസ് എളുപ്പമാക്കും. അപ്പോഴും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയുടെ കണ്ടന്റ് കൂടുതൽ ഉണ്ടെങ്കിലും ഈ ഫ്ലാറ്റുലൻസിനൊക്കെ ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. കാരണം അതിൽ സൾഫർ കണ്ടന്റ് ഉണ്ട്. അത് H2S പോലുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കും. അപ്പോൾ കൂടുതലായിട്ട് ഈ ഫ്ലാറ്റുലൻസിന് കീഴ്വായിനൊക്കെ ഭയങ്കര സ്മെല്ല് ഉണ്ടാവാൻ അതും ഒരു കാരണം ആണ്. പല കുട്ടികളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പം അത്തരം കുട്ടികളിലൊക്കെ ഭാവിയിൽ അൾസറൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിരന്തരമായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. കാരണം നമ്മളൊന്നും അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല, പക്ഷെ പല രക്ഷിതാക്കളും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. നമ്മളങ്ങനെയല്ല, ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ഒന്നും കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തന്നെയാണ്. കാരണം ഒരുപാട് ലോങ് ടേമിന് നമ്മുടെ ദഹന വ്യവസ്ഥ പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ ആസിഡിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിലൊക്കെ അൾസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇനി വൈകി ഉറങ്ങിയാലോ അല്ലെങ്കിൽ വൈകി എണീറ്റാലോ ഒന്നും കുഴപ്പമില്ല, ഉള്ള ഭക്ഷണം കൊടുക്കുന്നത് സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഇപ്പം മൈദ, ബേക്കറി, പഞ്ചസാര, ഷുഗർ കണ്ടന്റ് ആണ് കൂടുതൽ. അവർക്ക് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളേ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പം അത്തരം പാരൻസ് ശ്രദ്ധിക്കേണ്ടത് ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഇത്തരം കുട്ടികൾക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതുപോലെ മലബന്ധം ക്ലിയർ ആക്കാൻ പറ്റും. അതുപോലെ കൃമിശല്യം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഇത്തരം കുട്ടികളിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരുവിധം 90% നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചില കേസുകളിൽ മാത്രമേ നമുക്ക് മരുന്നിൻ്റെ ആവശ്യം വരാറുള്ളൂ. മരുന്നിൻ്റെ ആവശ്യം വരുന്ന കേസുകളിൽ നമ്മൾ മരുന്ന് കൊടുത്ത് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാറുണ്ട്. പക്ഷെ മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവരുടെ രോഗലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള കേസുകൾ, ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് തന്നെ വേണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ. പല കേസുകളിലും നമ്മൾ പല ഡോക്ടേഴ്സും സ്ക്രീൻ ടെസ്റ്റുകളൊന്നും ചെയ്യിപ്പിക്കാറില്ല. ജസ്റ്റ് ഗ്യാസാന്ന് പറയുമ്പോൾ അതിനുള്ള ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കൊടുത്ത് വിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പോൾ അത്തരം ആളുകളിലൊക്കെ ഹിഡൻ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിന് കൃത്യമായിട്ട് സ്ക്രീൻ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യിപ്പിക്കുക. സ്ക്രീൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടാതെ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണ രീതി പറഞ്ഞപ്പോൾ അവർക്ക് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. പ്രീബയോട്ടിക് ആണെന്നുണ്ടെങ്കിലും പ്രോബയോട്ടിക് ആണെന്നുണ്ടെങ്കിലും അല്പം കേടൊക്കെ എപ്പോഴും ദിവസവും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് പ്രീബയോട്ടിക് എന്ന് പറയുന്ന സമയത്ത് ഈ നമ്മുടെ വയറിലുള്ള ബാക്ടീരിയക്ക് വേണ്ട ഫുഡ് ഐറ്റംസും കൂടിയാണ്. അതായത് ഇങ്ങനെ വഴുവഴുപ്പുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ട് പ്രീബയോട്ടിക്കിൽ വരുന്ന കണ്ടൻസ്. അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ വെണ്ടയ്ക്ക, അതിലൊക്കെ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടല്ലോ. അതൊക്കെ അത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുന്നത് വഴി അത് ഈ ബാക്ടീരിയൽ കൾച്ചർ കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കണ്ടന്റ് ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് റെഗുലേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ആണ് ഇരട്ടി മധുരം ഉണ്ടല്ലോ. ഇരട്ടി മധുരം കഴിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ കരിഞ്ജീരകം, ഇത് H. പൈലോറിന്റെ ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം കഴിക്കുന്നത്. അതുപോലെ ഗ്രീൻ ടീ, ക്യാബേജ്, ഇതൊക്കെ കഴിക്കുന്നതും H. പൈലോറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഗ്രീൻ ടീ എടുക്കുന്ന സമയത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ H. പൈലോറി ഉണ്ടാകുമ്പോൾ മോസ്റ്റ്ലി അതൊരു അൾസറിക്കുള്ള ടെൻഡൻസി കൂടുതലാണ്. മിഡ് ടൈം ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം നൈറ്റ് ഫുഡിൻ്റെ ഇടയ്ക്കായിട്ട് കഴിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരിക്കലും ഗ്രീൻ ടീ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. മിഡ് ടൈം ആയിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ കുർക്കുമിൻ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ടോക്സിസിറ്റി ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് കുർക്കുമിൻ. അതായത് മഞ്ഞളിലുള്ള കണ്ടന്റ് ആണത്. അതെ അതെ. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, ഇഞ്ചി ഉൾപ്പെടുത്തുന്നതൊക്കെ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കുറയ്ക്കാൻ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. ഈവൻ വെയിറ്റ് ലോസിനും ഒക്കെ ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ അസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ്. കുക്കുംബർ ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബർ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് ഡെയിലി 2 നേരം കഴിക്കുക. ഒരു ഗ്ലാസ് കഴിക്കുന്നത് ഈ വയറിലെ അസിഡിറ്റി കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കുക്കുംബറിൽ കൂടുതൽ ആൽക്കലൈൻ pH ആണ്. അത് നമ്മൾ അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. ആൾക്കാർക്ക് കൂടുതൽ ബെസ്റ്റ് ആണ് കുക്കുംബർ ജ്യൂസ്. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എല്ലാം നല്ലതാണ് ഇത്തരം ആളുകൾക്ക്. അതുപോലെ അലോവേര നല്ലതാണ്. അലോവേര എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് അൾസർ ഉള്ള ആൾക്കാർക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് കറിവേപ്പിന്റെ ഇല. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ വെറുതെ കളയുന്ന ഒന്നാണ് കറിവേപ്പില. എല്ലാ കറിയിലും ഇടുന്നുണ്ടാവും, പക്ഷെ നമ്മളൊക്കെ തുപ്പി കളയുന്ന ഒരു സാധനമാണ്. ആ കറിവേപ്പില നമ്മൾ ചവച്ച് കഴിക്കുക, അല്ലെങ്കിൽ മോരിലൊക്കെ ഇട്ടിട്ടൊന്ന് സംഭാരമാക്കിയിട്ട് അല്ലെങ്കിൽ ജ്യൂസൊക്കെ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ളവർക്ക് നമുക്കത് റിലീഫ് കൊടുക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്കത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് അവൈലബിൾ ആണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഓരോ പേഷ്യൻസിനും അവരവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കും മെഡിസിൻസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. അതെ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഒരു ഇന്ന അസുഖത്തിന് ഇന്ന മരുന്നെന്നല്ല നമ്മൾ കൊടുക്കാറുള്ളത്. ടോട്ടലി ആ പേഷ്യൻറ്റിനെ നമ്മൾ പഠിച്ചിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിലൂടെയാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാസ് ഫോം ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, ഒരു വയറിൻ്റെ അസുഖം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞു ഡോക്ടർ, പല അസുഖങ്ങൾ കൊണ്ടും വരാറുണ്ട്. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പല കാരണങ്ങളിലൂടെയുള്ള അസുഖങ്ങൾ നമുക്ക് കണ്ടെത്താനും അതുവഴി അത്തരം അസുഖങ്ങളെ അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് കഴിയാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഇത്തരം ഗ്യാസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയിലൂടെ നമുക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് ആന്റാസിഡ് ഒക്കെ എടുത്തു വരുന്ന പേഷ്യൻസ് നമ്മൾ ഒരുപാടാണ്. പക്ഷെ ഇത്തരത്തിൽ ആന്റാസിഡുകൾ കൂടുതൽ എടുക്കുന്നത് വഴി പല ബുദ്ധിമുട്ടുകളും അത് മറിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആസ്പിരിൻ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ആന്റാസിഡുകൾ കൂടെ പോകും. പലപ്പോഴും പല ഡോക്ടേഴ്സും ആ മരുന്നുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് സ്റ്റിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, ഫാർമസിയിൽ പോയിട്ട് ആന്റാസിഡ്സ് വാട്ടെവർ ഇറ്റ് ഈസ് അത് വാങ്ങി കഴിക്കും. പക്ഷെ അത് കൂടുതലായിട്ട് എടുക്കുന്നത് വഴി ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പലപ്പോഴും കൂടാനുള്ള ചാൻസും
ഉണ്ട്. പിന്നെ അതൊരു ലൈഫ് ടൈം ആയിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കാരണം കണ്ടെത്തിയിട്ടുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റാറുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആന്റിബയോട്ടിക്സ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്തിനും ഏതിനും പനിക്കും ജലദോഷത്തിനൊക്കെ കൂടുതലായിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് കുറേ നല്ല ബാക്ടീരിയകളുണ്ട്. ആ ഒരു ബാക്ടീരിയ ഫ്ലോറ നശിപ്പിക്കാൻ ഈ ഒരു ആന്റിബയോട്ടിക്സുകൾ കൊണ്ട് കാരണമാവുന്നുണ്ട്. അപ്പം അത്തരം ആൾക്കാരിലും ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അനാവശ്യമായിട്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ അനാവശ്യമായിട്ട് മരുന്നുകൾ കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ച് പെയിൻ കില്ലറുകൾ പോലെയുള്ള മരുന്നുകൾ അനാവശ്യമായിട്ട് തീരെ ഉപയോഗിക്കാതിരിക്കുക. അത്യാവശ്യത്തിന് മാത്രം ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ തേടുക. അത് നമ്മൾ യഥാർത്ഥ രോഗകാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഞാൻ ഡോക്ടർ ഷഹല, സീനിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.